ഇതാ ഒരു അടിപൊളി സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു തേയിലത്തോട്ടമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ലയങ്ങളുള്ള അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുപോലെ പാമ്പൂരിയ പാറയും മനോഹരമായ മുടുക്കലി മലയും. ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ യാത്ര നല്ല ഒരു അടിപൊളി സ്ഥലത്തേക്ക് കേട്ടോ. അതായത് നമ്മുടെ മേലുകാവിൽ തന്നെയാണ്. ഇലിവിഴാപ്പൂഞ്ചിറ ഇല്ലിക്കലിൻ്റെയൊക്കെ നടുക്കായിട്ട് വരുന്ന കോലാനിമുടി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് നമുക്കൊരു 200 മീറ്റർ അതിൻ്റെ മേലേക്ക് റോട്ടിൽ നിന്ന് ഒരു 200-203 മീറ്റർ കയറി പോകണം കേട്ടോ. നല്ല കുത്തനെ കയറ്റമാണ്. അവിടെ ചെന്നാൽ നല്ല അടിപൊളി കാഴ്ച എന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ല, അത്രയും നല്ല കാഴ്ച. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന അടിപൊളി ഒരു സ്ഥലം. ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ എല്ലാവരെയും കണ്ണുകളെ ഞാൻ കൊണ്ടുപോകുന്നത്. അതെ, ഞാൻ കാണുന്ന കുന്നില്ലേ, അതിൻ്റെ മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതായത് നമുക്ക് അവിടെ പോകാൻ ചെന്ന് പെട്ടാണ്ടല്ലോ, അവിടെ നമുക്ക് ഇറങ്ങിപ്പോരാൻ തോന്നില്ല. രാവിലെയൊക്കെ നല്ല മഞ്ഞ് പെയ്ത്തായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വെട്ടം കുറവായതുകൊണ്ട് രാവിലെ ഞാൻ ഇൻട്രോ എടുത്തില്ല, ഞാൻ അത് കഴിഞ്ഞാൽ എടുത്ത്. രാവിലെ നല്ല മഞ്ഞ് പെയ്യുന്ന, ഇത്രയും കൊടും വേനക്ക് മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലം വേറെ ഒരിടത്തും കാണുകയില്ല. മൂന്നാറൊക്കെ കാണുമായിരിക്കും, പക്ഷേ നമ്മുടെ മലയോര കോട്ടയം ജില്ല മലയോര മേഖലയൊക്കെ വെച്ച് നോക്കുന്നത് ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഇവിടെ പ്രായമാർക്കൊക്കെ വന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിള്ളേർ സെറ്റിനെയൊക്കെയാണെങ്കിൽ ആഞ്ഞ് കയറാം. നല്ല കുത്തനെ കയറ്റമാണ്. അതിന് ഇതുപോലെ നേരത്തെ ഇവിടെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെയൊക്കെ തേയില കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു തറയൊക്കെ ഉണ്ട്, ലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വാഗമണ്ണൊക്കെ കണ്ടിട്ടില്ല, ഈ തേയിലത്തോട്ടങ്ങളിടയ്ക്ക് അവരെ തൊഴിലാളികൾക്ക് താമസിക്കാനായിട്ടുള്ള ലയങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ നല്ല പേരുകേട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്കാട്ടോ ഈ സ്ഥലം വരുന്നത്. കൂട്ടുകാരെ, നമ്മളങ്ങനെ രാവിലത്തെ നമ്മുടെ ഒരു നടത്തമൊക്കെ തുടങ്ങി കേട്ടോ. അതായത് സമയം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം തെളിഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇല്ലിക്കക്കല്ലൊക്കെ മഞ്ഞ് മൂടി കിടക്കുക. അവിടുത്തെ മലകളെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ ഈ കോലാനിമുടിയുടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറേണ്ടത് കണ്ടോ, ആ ടോപ്പിൽ ചെല്ലണം കേട്ടോ. നമുക്ക് അവിടെ നിന്നാലാണ് നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടങ്ങ് യാത്ര ചെയ്യാം. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്, ഈ അതിരാവിലെ ആയതുകൊണ്ടേ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിവിടുത്തെ ഇന്ന് കുഞ്ഞിക്കുട്ടിനും ബാബുച്ചേട്ടനും ഉണ്ടേ. എന്താ, നമുക്ക് ഇവിടുന്ന് താഴേക്ക് കുറേ കാഴ്ചകൾ കാണാം. നമുക്കിനി മുകളിൽ ചെന്നിട്ട് കാണാം അത് അടിപൊളി കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതിക്കിടെയൊക്കെ ചെറിയ റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ റിസോർട്ടൊക്കെ പണിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡുകളാണ്. അവിടെ റിസോർട്ടൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ കയറിപ്പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇവിടുന്ന് കുത്തനെ കയറ്റമാണ്. എന്ന് വെച്ചാൽ ഇവിടെ തീയൊക്കെ കയറി പച്ചപ്പൊക്കെ ആയി വന്നിട്ടോ. എന്ന് വെച്ചാൽ വലിയ പച്ചപ്പുള്ളപ്പോൾ നമുക്ക് ഇതിക്കടെ വന്നാൽ കയറിപ്പോൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഈ പള്ളയുടെ ഇടയ്ക്കേക്കടെയൊക്കെ കയറിപ്പോൻ ബുദ്ധിമുട്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഈ ചെറിയ പുല്ലൊക്കെ ഉള്ളപ്പോൾ കയറി നല്ല ഒരു രസമാണ്. അതുപോലെ ഇതിവിടെ കാട്ടുപന്നിയൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടുപന്നിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇത് വലിയ പള്ളയൊക്കെ ആയാൽ ഇന്നത്തെ കാട്ടുപന്നിയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ പാറയൊക്കെ കയറി വേണം കേട്ടോ നമുക്ക് കയറിപ്പോയി. കൃത്യമായ ഒരു വഴിയൊന്നുമില്ല. ഇതാട്ടോ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നത്. ഇങ്ങനെ പാറയുടെ ഇടുക്കിക്കിടിയൊക്കെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ചെറിയൊരു കാല് വെക്കാനുള്ള പാടൊക്കെ ഉള്ളൂ ചില സ്ഥലത്തെ. എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ. നമുക്ക് ഇതാ കല്ലിൻ്റെ മുകളിൽ കയറാം. ഇതാട്ടോ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതൊക്കെയാണ്. ഇന്നിപ്പോൾ ആൾക്ക് കുറവാണ്. ചില ദിവസമൊക്കെ ഇവിടെ രാവിലെ ഈ മല കയറാനായിട്ട് ഇവിടെ ആളുകളൊക്കെ കാണും. അതുകൊണ്ടോ എരുമാപ്രപ്പള്ളി അങ്ങ് മലയുടെ അറ്റത്ത് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. അതുപോലെ നോക്കി നമ്മുടെ മേലുകാമറ്റം അങ്ങോട്ട് ആ സൈഡൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ വന്ന് ഇനി അങ്ങ് പാല, കോട്ടയം ഈ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒന്നും വ്യക്തതയല്ലേ. മഴക്കാരൊക്കെ ഉണ്ട് കണ്ടോ, മഴക്കാർ നിൽക്കുന്നത്. അത് ആ കാണുന്ന യാപികൾ കാണുന്ന മുട്ടൻ സൈഡൊക്കെയാണ്.
അതുകൊണ്ട് അതുപോലെ മേലുകാവ് CSI പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലം കേട്ടോ ഇത് ഈ കാണുന്നത്. ഈ മൊത്തം മഞ്ഞ് കയറി. ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ ആ മഞ്ഞ് മൂടി കിടക്കുന്നിടത്ത് അവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഈ മലകൾ ഇങ്ങനെ നോക്കി, മായങ്കല്ല്, ഇത് ഇല്ലിക്കക്കല്ലൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്നു, കോട മൂടി കിടക്കുന്നു. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇതൊക്കെ മേലുകാവിൽ വന്നാൽ നമുക്ക് ഈ ഒരു സ്ഥലമൊക്കെ കാണുക എന്നുള്ളത് ഇതൊക്കെ കണ്ടിട്ടാട്ടോ പോകാവുള്ളൂ. അങ്ങനെ അധികം ആർക്കും അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ ഈ സ്ഥലങ്ങളൊന്നും. എന്താണ് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലം കേട്ടോ ഇത്. നമ്മുടെ മേലാവിനടുത്ത് ഇലവിഴാപ്പൂഞ്ചിറ, ഇവിടെ നോക്കിയാൽ ഇലവിഴാപ്പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, മായങ്കല്ല്, പേഴക്കല്ല്, അതുപോലെ മലകളോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കോലാനിമുടി. ഇവിടുന്ന് കാണുമ്പോൾ കാണുന്ന ഇല്ലിക്കക്കല്ല് ഇത് കണ്ടോ, ഇല്ലിക്കക്കല്ല് മഞ്ഞ് മൂടി കിടക്കുക, കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞൊക്കെ വരുന്നുള്ളൂ. മേച്ചാൽ ഇവിടുന്ന് നോക്കി എന്ത് സ്ഥലങ്ങൾ കാണാമെന്നറിയാം. അതുപോലെ നമുക്ക് എറണാകുളം ആലപ്പുഴയുടെ ഭാഗങ്ങളൊക്കെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതേ ഭാഗത്ത് അതേ മഞ്ഞുമുടി കിടക്കുന്നതില്ലേ അതിൻ്റെ മറു സൈഡായിട്ട് വരും. അപ്പം രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഈ കുന്ന് കയറി മുകളിലെത്തിയാൽ കുന്നോളം കാഴ്ചകളുമായി നിൽക്കുന്ന കോലാനിമുടി, ഇരുവശങ്ങളിലും ചിറകുയർത്തി നിൽക്കുന്ന ഇലവിഴാപ്പൂഞ്ചിറ, ഇല്ലിക്കക്കല്ലും, ഇതിൻ്റെ താങ്ങും തണലുമായി മായങ്കല്ല് മലനിരകളും, ഇതെല്ലാം ഇവിടെ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നു. ഇവിടുന്ന് ദൂരെ നോക്കുമ്പോൾ കാണുന്ന നീണ്ട മലനിരകളും ഇതെല്ലാം നമുക്കിവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ ഈ കൊടും വേനൽ, അതായത് മാർച്ച് ഏപ്രിൽ ആണല്ലോ, മെയ് ആണല്ലോ കൊടും വേനൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഏപ്രിൽ മാസത്തിൽ എവിടെയെങ്കിലും മഴ രാവിലെ മഞ്ഞ് പെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെ വന്നാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോഴെല്ലാം ചെറുതായിട്ട് കോട പെയ്തുകൊണ്ടിരിക്കുകയാണ്. തലയിലൊക്കെ ദേഹത്തൊക്കെ വീഴുന്നുണ്ട്. നമുക്കിവിടെ വന്നാൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇതുപോലെ ഈ കൊടും വേനൽക്ക് ഇതുപോലെ ഒരു സ്ഥലം വേറെ എവിടെ കിട്ടുന്നത്? അതുപോലെ കാണാനും ഇത്ര നയനമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കൂട്ടുകാർ ഇത് നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് കാണാനുള്ളത്. നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല് വരാൻ നേരത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറാൻ മറക്കരുത്. അതായത് ഇടിയുള്ളപ്പോൾ ഒന്നും ഇതിൻ്റെ മുകളിൽ കയറരുത് കേട്ടോ. മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറേണ്ട ഇടിവെട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എപ്പോഴും അത് നോക്കിയേ കയറാവുള്ളൂ. അതായത് നമ്മുടെ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്ക്, മേലുകാവിൽ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്ക് വ്യാളകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ കയറി പോകുന്ന നമുക്ക് ഇതിൻ്റെ ചുവട്ടിലെത്താം. ഒരു 200 മീറ്റർ കയറിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിലെത്താം കേട്ടോ. 10 മിനിറ്റ് യാത്ര. അടിപൊളി ഒരു കാഴ്ചയാണ്. അതായത് വെയിലുകളൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്കിവിടെ നോക്കാൻ നേരത്തെ ഇലവിഴാപ്പൂഞ്ചിറ, ഇല്ലിക്കക്കല്ലും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ അടുത്ത് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് മുടി എന്ന് പറയും. നേരത്തെ അവിടെ കുരിശൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ചെറിയ പാറയെ കാണുന്നില്ല, അവിടെ കുരിശൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ നശിച്ചു പോയിട്ടോ. വർഷങ്ങൾക്ക് മുമ്പാട്ടോ. വെളിച്ചമൊക്കെ ആയിട്ടുണ്ടോ, സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കയറി വന്ന വഴി കേട്ടോ ആ കാണുന്നതൊക്കെ. എന്നെ ഭംഗിയാന്ന് നോക്കി, അടിപൊളിയല്ലേ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഇതുപോലെ പാറയൊക്കെ ഇറങ്ങി വേണം ഇറങ്ങിപ്പോകാൻ. മൊത്തം കല്ലാണ്. ഇതിക്കടെയൊക്കെ വരുന്നവർ നോക്കിയും കണ്ട് നടക്കണം. ഇവിടെ ഒന്നും വരുന്നവരാരും വേസ്റ്റ് ഒന്നും ഇടരുത് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു സ്ഥലം നമ്മൾ നശിപ്പിക്കരുത്. വേസ്റ്റൊക്കെ ഇട്ടാൽ ഇതിൻ്റെ ഭംഗിയെല്ലാം പോകും. ഒരു മാസടിയും കഴിഞ്ഞാൽ വലിയ പോതയായിരിക്കും കേട്ടോ. പോതാന്ന് പറഞ്ഞാൽ പുല്ല് കയറി നമ്മളെ കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇങ്ങനത്തെ മരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാലാട്ടോ കാണാൻ പറ്റുള്ളൂ. നോക്കിയേ ഇലയുടെ കളറൊക്കെ നോക്കിയേ. ഇത് പേഴെന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ചുമ്മാ ഈ പാഴ്മരമാണെന്നും പറഞ്ഞ് വെട്ടിക്കളയും. നേരത്തെയൊക്കെ പറമ്പിൽ കൂടിയൊക്കെ ഇഷ്ടംപോലെയുള്ള ഓരോ മരങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ. ഇത് കണ്ടോ, പന്നി കുത്തിയേക്കെന്ന് നോക്കി. ഇങ്ങനെ ഇത് നോക്കി, ഇത് നോക്കി, പന്നി നടന്നു പോയേക്കുന്നു. അതുപോലെ ഇത് കണ്ടോ, പന്നി കുത്തി ശരിയാക്കി ഇട്ടേക്കുന്നതാണ്. ഇത് പന്നി ഇവിടെ ഇത് എല്ലാം നിരപ്പാക്കിയിട്ട് കിടന്നാന്ന് തോന്നുന്നു. എല്ലാം കാൽപ്പാടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് ആ പാറയുടെ മുകളിൽ നിന്നാട്ടോ. ഉണ്ടോ,
ഇവിടുന്ന് നോക്കാൻ നേരത്ത് നമുക്ക് അത്രയും ആ കുന്നിൻ്റെ മുകളിൽ നമ്മൾ നിന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഇറങ്ങിയത് ഇങ്ങനെയുള്ള പാറയുടെ ഇറങ്ങി വേണം നമുക്ക് പോകാൻ. എന്നെ രസമല്ലേ ഇതുപോലെ ഇങ്ങനെ ഈ പാറക്കടയിൽ നടക്കാൻ നല്ല രസം കേട്ടോ. മഴയുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഈ തെന്നലൊക്കെ ഉള്ളതുകൊണ്ടേ ഇപ്പോൾ പാറയ്ക്ക് നല്ല ഗ്രിപ്പൊക്കെയാണ്. ഈ നല്ല റോഡ് പോലെയല്ലേ പാറ കിടക്കുന്നത്. ഇതൊരു അതിശയം കേട്ടോ. ഇത്രയും വലിയ പാറക്കിടയ്ക്ക് ഇത് വെള്ളം ഇത് ഒരിക്കലും പറ്റൂല കേട്ടോ. ഇത് ഒരടി കൂടുതൽ ഇതിന് താഴ്ചയുണ്ട്. എനിക്ക് നല്ല അടിപൊളി വെള്ളമായിരിക്കും കേട്ടോ. ചെളി ഇപ്പോൾ ചെളിയാണ് അല്ലേ? ഈ ചെളിയൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഈ പാറയ്ക്കും പാമ്പൂരാമ്പാറ എന്ന് ഇത് പറയുന്നുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇത് ഈ പാറയുടെ അകത്തേക്കൂടെ ലൈൻ കണ്ടോ? ഇത് ആരും വരച്ച് വെച്ചേക്കുന്നതോ ഒന്നുമല്ല കേട്ടോ. ഇത് തന്നെ ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഉണ്ടായേക്കുന്നതാണ്. ഇതൊക്കെ ഒരു ലൈൻ പോലെ തന്നെ എല്ലാവരും കണ്ടാൽ ഓർക്കും ഇത് വരച്ച് വെച്ചേക്കുന്നതാണ്. ഒരു വരയില്ല, ഒന്നുമില്ല. എനിക്ക് കണ്ടോ? ഇതൊക്കെ ഒരു അതിശയ കാഴ്ചയാണ്. ഇത് പാമ്പ് ഊർന്നു പോയ പോലെ ഇങ്ങനെയുള്ള ഒരു അതുപോലെയല്ലേ തോന്നുന്നതെന്ന്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇത് അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. അതേ പാറയിലെ അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ? ഇതിൽ കൂടി എല്ലാം ഉണ്ട് കേട്ടോ. കരികുരുന്നെല്ലാം ഈ പാമ്പ് വളഞ്ഞു പോയേക്കുന്ന പോലെ. അതുപോലെ ഇതൊക്കെ ഒരു അതിശയമല്ലേ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഈ ഫോട്ടോയിലൊക്കെ കാണാൻ നേരത്തെ എല്ലാവരും ഓർക്കും ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. പക്ഷേ ഇതൊന്നും ആരും ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല കേട്ടോ. ഇതൊക്കെ പ്രകൃതിയുടെ ഇതാണ് ശരിക്കും പ്രകൃതിയുടെ വികൃതികൾ എന്ന് പറയുന്നത്. ഇതിവിടെ എല്ലാം ഉണ്ട്. ഇതുണ്ടോ? കരികുരു എന്ന് പറഞ്ഞു ഈ പാറ മൊത്തം. അതെ, കോഞ്ഞാര എന്ന് പറഞ്ഞ മരം കണ്ടോ? ഇപ്പോൾ ഒരിടത്തും ഈ സാധനമില്ല കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇത്രയും ഇതിൽ എല്ലാം നടന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് ഒരെണ്ണം കേട്ടോ കാണുന്നത്. എനിക്ക് എന്ത് പൂവാന്ന്. തേനീച്ചയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. തേനീച്ചകളുടെ ഇഷ്ട തേനാണിത്. ഇതിങ്ങനെ കാട്ടിലും വീട്ടിലേക്കാട്ടോ ഈ സാധനം ഉള്ളൂ. നല്ലൊരു മണവും ഉണ്ട് കേട്ടോ ഈ പൂവിന്. കശുമാവിൽ കശുവണ്ടിയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് പഴുക്കാറായി നിൽക്കുന്നു. നമ്മൾ മുടിക്കൊല്ലി മലയുടെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കാം. അങ്ങനെ കല്ലക്കടെ ചാടി വേണം പോകാൻ. അയ്യോ, അങ്ങനെ നമ്മൾ ആ കോലാനിമുടിയുടെ മുകളിൽ നിന്ന് താഴെ ഞാൻ സ്ഥലം പറഞ്ഞില്ലേ അവിടെ എത്തിയിട്ടോ. അത് മുടിക്കൊല്ലിമുടി. സൂപ്പറാട്ടോ. അടിപൊളിയല്ലേ? നോക്കി, അടിപൊളി. എനിക്ക് നമ്മളാ മുകളിൽ നിന്ന് കണ്ട മേലാമറ്റോ ഇരുമാപ്ര പള്ളി കണ്ടോ? ഇതാട്ടോ കോലാനി സിറ്റി ആട്ടോ ഈ താഴെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര അടി ഹൈറ്റിലാണെന്നറിയാമോ നമ്മൾ നിൽക്കുന്നത്? ഇവിടുന്ന് താഴേക്ക് ഭയങ്കര താത്തമാണേ. ഇതാട്ടോ ഇവിടെ കുരിശ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതാ കുരിശ് നശിച്ചു പോയി. അതായത് പിന്നെ ഇടിമിന്നലേറ്റ് ഇത് പൊട്ടി തകർന്ന് പോയേക്കുവാ. അതിൻ്റെ അവശിഷ്ടമൊക്കെ ഇത് കണ്ട. ഇതിപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ടില്ലേ ഉണ്ടോ? ഈ കുരിശൊക്കെ താഴെ നിന്ന് കാണാൻ നേരത്തൊക്കെ എന്ത് ഭംഗിയായിരുന്നായിരിക്കും. നമ്മൾ എല്ലാവരും ഓർക്കും ഇത് ഏത് മലയുടെ മുകളിൽ ഇത് എങ്ങനെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളത്. ഇതാണ് ഇല്ലിക്കക്കല്ല് വരുന്ന വഴി കേട്ടോ. മേലുകാവിൽ നിന്ന് വരുന്ന വഴി റോഡാണ് ആ കാണുന്നത്. അവിടെ നേരെ മേളിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ സ്ഥലമൊക്കെ കാണാവേ. ഇവിടെ നെല്ലിയൊക്കെ ഉണ്ട്. നെല്ല് പൂത്ത് നിൽക്കുന്നതാണോ? അത് പൂത്തല്ല അല്ലേ? ഇതൊക്കെ കാട്ടുനെല്ലി കേട്ടോ. ഇതിൻ്റെ നെല്ലിക്കൊക്കെ വേണം കഴിക്കാൻ. ഇവിടെ വന്നാൽ നമ്മൾ നിന്ന് ആദ്യത്തെ കോലാനിമുടി നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഒരു ഭയങ്കര വ്യത്യാസം എന്ന് പറയുന്നത്. എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറിയുന്നത് പഴയ കാലത്തെ നാട്ടുവഴികളാട്ടോ ഇതൊക്കെ. ഇത്
വേണ്ട ഇത് ഈ വെള്ള കളറ് നിൽക്കുന്നത് അത് കാട്ടുമുല്ലാന്ന് പറയും കേട്ടോ. ഇത് ഇതിൻ്റെ മുകളിൽ ചെറിയ കയ്യാലയൊക്കെ കെട്ടി ഇവിടെ നേരത്തെയൊക്കെ ആൾത്താമസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കപ്പ ഇടുന്നത് എന്താ നട്ട് വെച്ചുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ആരും വരാറൊന്നുമില്ല. ഇതിലും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് കയറി വരാറുള്ളൂ. അതും പിന്നെ ഈ പന്നി ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് നട്ട് വെച്ചാലും അത് പന്നി വന്ന് നന്നര നശിപ്പിക്കുകയുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കയറി വന്ന് ആ കാണുന്ന ചെറിയ മലമുകൾ കണ്ടോ, അവിടെ അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇവിടെ എവിടെ ചെന്നാലും നമുക്ക് ചുറ്റിന്ന് കാണാം കേട്ടോ. ഇത് പച്ച പിഞ്ച. ഇത് ഒരു തൂക്കായ വഴി കേട്ടോ. അതെ ഇവിടുന്ന് താഴേക്ക് പോയാൽ അങ്ങ് ഉരുണ്ട് പോകും. ഈ താഴെ കാടൊക്കെ ഉണ്ട്, അവിടെ തടഞ്ഞു നിൽക്കുന്നതാണ് ഈറ്റക്കൂട്ടം. ഈറ്റക്കൂട്ടത്തിൽക്കൂടെ ഉണ്ട് ഇത്രയും മലയുടെ മുകളിലേ ഇത് ഇവിടെ പറ്റാത്തൊരു ഓലി. ഇത് ഇവിടെ നിന്നൊക്കെ താഴേക്ക് വെള്ളം കൊണ്ടുവന്നാലേ ഇവിടുന്ന് താഴേക്ക് വലിയ ഗവിയാണേ. ഒമ്പേ ഇതുണ്ടോ, ഈ കൊടും വേനക്ക് ഇതുപോലെ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും അതിശയമല്ലേ. ഈ ഇത്രയും കുന്നിൻ മുകളിൽ ഉണ്ടോ തടിപ്പാലം കണ്ടിട്ടുണ്ടോ? തടിപ്പാലം ശരിക്കും ഇതാട്ടോ. ഇത് തടിയാണേ, അപ്പം മരമാണേ. അപ്പോൾ അത്തേക്കടെ ഇത് നടന്ന് ഇത് കണ്ടോ ഈ ഈറ്റയുടെ ഇടയ്ക്ക് കേട്ടോ ചെറിയൊരു ഓലി അല്ലെങ്കിൽ പന്നിയൊക്കെ വന്ന് ഇവിടെ വന്ന് കുത്തി നശിപ്പിച്ച് കളയും. കണ്ടോ വലിയ മടയൊക്കെ കണ്ടോ? ഇത് മട ഇതിൻ്റെ അടിയിലെല്ലാം അതെ വലിയ തുണയുണ്ടേ. ഈ കാണത്തില്ല കേട്ടോ, നോക്കാം. കണ്ടോ വെള്ളം വീഴുന്ന ചെറിയ പൈപ്പ്. ഇതേ ഇവിടുന്ന് ഓസിൽ വെള്ളം പോകുന്ന കേട്ടോ. അത് അതിൻ്റെ അടിയിൽ ഇത് ഓസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഉണ്ടോ ഓസ് പോകുന്നേ, ആ വെള്ളം വന്ന് വീഴുന്ന ഓസിലേക്കാണ്. ആ ഓസ് പോകുന്നത് നമ്മൾ താഴേന്ന് വരുന്ന റോഡിൻ്റെ അങ്ങോട്ടാട്ടോ, കോലാനി എന്ന് പറയുന്നത്. എന്നാ ഗവിയാന്ന് നോക്കി. ഇതുണ്ട് ഒരു മട, ഇതെന്ത് മുള്ളനോ പന്നിയോ എന്തോ സാധനമൊക്കെ വന്ന് കിടക്കുന്ന പോലെ. ഒരാൾക്ക് അവിടെ സുഖമായിട്ട് ഇരിക്കാൻ പാകത്തിന് നല്ല ഇരിപ്പിടം പോലെ നല്ല നിരന്ന സ്ഥലം കേട്ടോ. ഇതുകൊണ്ടാണ് മൊത്തം ഈറ്റക്കരിയിലാണ്. ഇതിവിടെ സൂക്ഷിച്ച് കയറിപ്പോയില്ലെങ്കിൽ കയറുന്നതിനേക്കാളും സ്പീഡ് പുറകോട്ട് വരും. അമണ്ടം കയറ്റം കേട്ടോ. ഇത് വഴിയുണ്ട്. വല്ലതും ഉണ്ടോ? ഇതിക്കടെ കയറിപ്പോ. ഇത് മുള്ളൻ്റെ വഴിയാണോ ഇത്? ഇതൊക്കെ മുള്ളൻ വഴി അല്ലേ? അയ്യോ അങ്ങനെ നടന്ന് നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. വീണ്ടും ആ കുന്നിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന റോഡിൽ ചെല്ലണം. 1 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. നല്ല നടപ്പാ, മടുക്കും. രാവിലെ ഇതിൽ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല മൂടി നിൽക്കുക, വലിയ വെയിലൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടപ്പുവഴിയിലെടുത്ത് കേട്ടോ. ഇതൊക്കെ പഴയ കാലത്ത് നടപ്പുവഴിയാണേ. ഇപ്പം അവിടെ പറമ്പുള്ളവർ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ അതിൽ കൂടെ പോകാറുള്ളൂ. ഇത് വിജനമായ ഒരു സ്ഥലമാണ്, ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. ഓക്കെ, ഇതിക്കിടയ്ക്ക് ഒറ്റയ്ക്ക് വന്നാൽ ശരിക്കും പേടിയാവും. ഇത് ശരിക്കും നമ്മുടെ കോലാനിമുടി വ്യൂ പോയിൻറ്റിൻ്റെ കാതേക്കിടെ കേട്ടോ ഈ വഴി. അതുപോലെ ഇതുണ്ടോ ഇലവിഴാപ്പൂഞ്ചിറ റോഡ്. ഇതിങ്ങനെ ഇതിൻ്റെ താഴേക്കടെ നടക്കാൻ നല്ല ഒരു ഭംഗിയാണ്.
ഓ ഇവിടെയൊക്കെ ഒത്തിരി ചുറ്റിന്നുങ്കായുണ്ട്. അതിൻ്റെ ആ കല്ലിൻ്റെ മുകളിലോട്ടോ നമ്മൾ കയറിയെന്നേ. അപ്പോൾ അതിൻ്റെ തൂക്ക് നോക്കി എന്നാ താഴത്തേക്കടെയാണ് നമ്മൾ പോന്നേക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ കോലാനിമുടിയുടെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ആരെ അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയല്ലേ അത്. ഏത് മലയുടെ മുകളിൽ കയറിയാലും എവിടെ നോക്കിയാലും നല്ല മനോഹരമായ കാഴ്ചകൾ, പച്ചപ്പുകൾ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.